ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഈ വാർത്തകളെല്ലാം പറഞ്ഞ അദ്ദേഹം പിന്നീട് നടന്ന ഒരു ചടങ്ങിലും പങ്കെടുത്തില്ല. ഞാൻ നേരിട്ട് സി പി ഐയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ, സി പി ഐയുടെ മണ്ഡല സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ 4 മണിക്ക് നടക്കുന്ന പിന്നെ മരണാനന്തര കർമ്മങ്ങളിലും അതുപോലെ അനുശോചന മീറ്റിങ്ങിലും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ UDFൻ്റെ നേതൃത്വം, പ്രത്യേകിച്ചും സി വിജയകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്, മറ്റ് UDFൻ്റെ ചില കൗൺസിലർമാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വസ്തുത ഇതായിരിക്കെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നഗരസഭയ്ക്കെതിരെയും അതുപോലെ നഗരസഭാ കൗൺസിലിനെതിരെയും നടത്തുന്നത് അപക്വമാണെന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പുനലൂർ നഗരസഭാ ചെയർമാൻ കെ രാമചന്ദ്രൻ പിള്ളയുടെ പുനലൂർ നഗരസഭ അനാദരവ് കാട്ടിയെന്ന പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശിന്റെ ആരോപണത്തിന് മറുപടിയുമായി കൗൺസിലറും CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുമായ VP ഉണ്ണികൃഷ്ണൻ പ്രതിപക്ഷ നേതാവിൻ്റേത് അപുഖമായ പെരുമാറ്റമായിരുന്നുവെന്നും രാഷ്ട്രീയമായ മുതലെടുപ്പായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യമെന്നും VP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നോട്ടീസ് പ്രകാരം നടക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം അനുശോചന യോഗമായി തന്നെ കൂടുകയായിരുന്നെന്നും 5 മിനിറ്റ് മാത്രമായിരുന്നു യോഗം ഉണ്ടായിരുന്നതെന്നും ഇത് രേഖകളിൽ നിന്നും വ്യക്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭ അനാദരവ് കാട്ടി എന്ന UDF പാർലമെൻ്ററി പാർട്ടി ലീഡറുടെ പ്രസ്താവന തികഞ്ഞ അപക്വതയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ കൗൺസിൽ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയില്ല. ഇവിടെ നമ്മുടെ നഗരസഭ കൗൺസിൽ തീരുമാനിച്ച ദിവസം തന്നെയാണ് നമ്മുടെ രാമേന്ദ്രൻപിള്ള ചേട്ടൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ട അന്തിമ കർമ്മങ്ങളും ഒക്കെ നടത്തിയത്. ഭൗതിക ശരീരം പുനലൂർ നഗരസഭയിൽ എത്തിച്ച് നഗരസഭാ കൗൺസിലർമാരെല്ലാവരും ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് അന്തിമോപചാരം അർപ്പിച്ച് സ്വവസതിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം 11:10 നഗരസഭ കൗൺസിൽ ചേർന്നത്. നഗരസഭാ കൗൺസിൽ 11:10 ചേർന്ന് എല്ലാ അജണ്ടകളും മാറ്റിവെച്ച് ചെയർപേഴ്സൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ച് അതിനുശേഷം നഗരസഭാ കൗൺസിലർമാരെല്ലാം അംഗീകരിച്ച് പുറത്തു വരികയാണ്. ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ നഗരസഭയുടെ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും സകർമ്മ സോഫ്റ്റ്വെയർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സകർമ്മ സോഫ്റ്റ്വെയറിൽ നമ്മുടെ നഗരസഭാ കൗൺസിൽ മാറ്റിവെക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ ഗവൺമെൻറ് ഡിക്ലെയർഡ് ഹോളിഡേയ്സ് ആയിരിക്കണം. നഗരസഭാ കൗൺസിൽ പലപ്പോഴും മാറ്റിവെക്കുന്നത് അവിടെ കോറം തികഞ്ഞില്ല എന്നുള്ള രേഖപ്പെടുത്തലുകൾ സകർമ്മ സോഫ്റ്റ്വെയറിൽ നടത്തിയാണ് മാറ്റിവെക്കുന്നത്. അങ്ങനെ രാമേന്ദ്രൻപിള്ള ചേട്ടനെ പോലെയുള്ള ഒരാൾ മരിക്കുമ്പോൾ നഗരസഭാ കൗൺസിലിൽ കോറം തികഞ്ഞില്ല എന്ന് പറയുന്നത് തികഞ്ഞ അനാദരവായിരിക്കും അദ്ദേഹത്തോട് കാണുന്നത്. കാരണം നഗരസഭയുടെ 38 വർഷക്കാലം അദ്ദേഹം കൗൺസിലറായിരുന്നു, അദ്ദേഹം നഗരസഭാ ചെയർമാനായിരുന്നു. ഈ നഗരസഭയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നടന്നു വന്ന അടിസ്ഥാനപരമായ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം ഇവിടെ വളരെ ആദരവോടെ അദ്ദേഹത്തിന് അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയാണ് നഗരസഭ ചെയ്തത്. അതാണ് നഗരസഭ അനാദരവ് എന്ന് പറയുന്നത്. തീർച്ചയായും സകർമ്മ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ അത് എന്നും എക്കാലവും ഈ നഗരസഭയുള്ള എക്കാലവും അത് റെക്കോർഡായി സൂക്ഷിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ മരണ ദിവസം സൂക്ഷിക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ അനുശോചനം നടത്തിയ ദിവസം സൂക്ഷിക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചത് സൂക്ഷിക്കപ്പെടും. അത് നമുക്ക് നഗരസഭയുടെ പിൽക്കാലത്ത് വരുന്ന കൗൺസിലർമാർക്കെല്ലാം ഒരു മാതൃകയായ കാര്യമാണ് നഗരസഭ ഇന്നലെ ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ പറ്റിയുള്ള അജ്ഞത കൊണ്ടായിരിക്കാം അദ്ദേഹം, അല്ലെങ്കിൽ ബോധപൂർവമായിരിക്കാം അദ്ദേഹം നഗരസഭാ കൗൺസിൽ ഗ്രൂപ്പിൽ ഒരു പ്രസ്താവന നടത്തി നഗരസഭാ കൗൺസിൽ മാറ്റിവെക്കണം. സാധാരണ നമുക്കത് കാണുമ്പോൾ വളരെ നിരുപദ്രവമാണ് എന്ന് തോന്നാമെങ്കിലും നഗരസഭാ കൗൺസിലർമാർ സാധാരണ മുനിസിപ്പാലിറ്റിയിൽ വരുന്നത് കൗൺസിലുള്ള ദിവസമാണ്. എല്ലാ കൗൺസിലർമാരും വരുന്നത് മുനിസിപ്പാലിറ്റിയിൽ എത്തുന്നത് ഈ കൗൺസിലുള്ള ദിവസമാണ്. സാധാരണ ദിവസങ്ങളിലൊന്നും അങ്ങനെ കൗൺസിൽ മാറ്റിവെക്കപ്പെട്ടാൽ പിന്നെ നഗരസഭാ കൗൺസിലർമാർ എത്തില്ല. പ്രത്യേകിച്ചും പുതിയ കൗൺസിലർമാർക്ക് രാമേന്ദ്രൻപിള്ള ചേട്ടനെ പോലെയുള്ള ആളുകളെ പറ്റിയുള്ള അറിവ് കുറവായിരിക്കും. പലപ്പോഴും അതുകൊണ്ട് കൗൺസിലർമാർ എത്താതിരിക്കാൻ സാധ്യതയുണ്ട്. രാമേന്ദ്രൻപിള്ള ചേട്ടനെ പോലെയുള്ള ആളുകളെ അവരുടെ മരണാനന്തര കർമ്മങ്ങൾ മുഴുവൻ കൗൺസിലർമാരുടെയും പങ്കാളിത്തത്തോടെ വേണം എന്ന് നഗരസഭ ആഗ്രഹിക്കുന്നു. അതിന് എതിരായിട്ടാണോ ബോധപൂർവമാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരോപണമുണ്ടാക്കി രംഗത്തെത്തിയ പ്രതിപക്ഷ നേതാവിനെ KRPയുടെ സംസ്കാര ചടങ്ങുകൾക്കോ തുടർന്ന് നടന്ന അനുശോചന യോഗത്തിലോ കണ്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KRPയുടെ ഭൗതികദേഹം നഗരസഭ ഹാളിൽ നിന്ന് കൊണ്ടുപോയതിന് പിന്നാലെ തന്നെ യോഗം കൂടുകയായിരുന്നുവെന്നും ഇതിൽ CPI മണ്ഡലം ഭാരവാഹിയും കൗൺസിലറുമായ മുതിർന്ന നേതാവ് ഉൾപ്പെടെ 3 CPI കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തുവെന്നുമായിരുന്നു ജയപ്രകാശിന്റെ ആരോപണം.
യോഗം മാറ്റിവെക്കണമെന്ന് UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ചെവിക്കൊള്ളാൻ ഭരണസമിതി തയ്യാറായില്ലെന്നും ഇതിനെ തുടർന്ന് UDF അംഗങ്ങൾ ബഹിഷ്കരണം നടത്തിയതോടെയാണ് കൗൺസിൽ യോഗം പിരിയാൻ ഭരണ നേതൃത്വം തയ്യാറായത് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.